ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനം ഒഴിയുന്നതോടെ സംസ്ഥാനം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സർക്കാർ ഗവർണർ പോരിന് വിരാമം. മുഖ്യമന്ത്രിക്കെതിരെ രാജ്ഭവനിൽ വാർത്താ സമ്മേളനം വിളിച്ചതു മുതൽ നയപ്രഖ്യാപനത്തിൽ ഒപ്പിടാത്തതുവരെ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്താണ്. അതേസമയം നിലവിൽ ബീഹാർ ഗവർണറായ RSS പശ്ചാത്തലമുള്ള BJP നേതാവ് രാജേന്ദ്ര വിശ്വനാഥ് അർലോകർ കേരള ഗവർണറാകും. വിവരങ്ങളുമായി വിനയ ചേരുന്നു. വിനയ, ഈ ഒരു നിയമനത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? കൂടാതെ തന്നെ RSS പശ്ചാത്തലമുള്ള ഒരു BJP നേതാവ് കൂടിയാണ് ഇപ്പോൾ വീണ്ടും കേരള ഗവർണറാകുന്നത്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെയാണ് നമുക്ക് നോക്കിക്കാണാനാവുക? പ്രധാനമായും 5 വർഷം നീണ്ട ഒരു സർക്കാർ ഗവർണർ പോരിനാണ് ഇപ്പോൾ വിരാമം വന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായി ചുമതലയേറ്റത് മുതൽ തന്നെ CPIM-നെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കടുത്ത നിലപാട് സ്വീകരിച്ച ഒരു ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാർ ഗവർണറാക്കി മാറ്റുമ്പോൾ പ്രധാനമായും ആശ്വസിക്കുന്നത് സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനും തന്നെയായിരിക്കും. പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ആരിഫ് മുഹമ്മദ് ഖാന് പകരമായി നിലവിലെ ബീഹാർ ഗവർണറായിട്ടുള്ള RSS പശ്ചാത്തലമുള്ള രാജേന്ദ്ര വിശ്വനാഥ് ഈ കേരള ഗവർണറാകുമ്പോൾ അതും RSS പശ്ചാത്തലമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള നടത്തിപ്പ് സുഗമമാകുമോ എന്ന കാര്യത്തിലും ഒരു സംശയം തന്നെയുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദിയുടെ അടുത്ത ആളാണ് ഈ വിശ്വനാഥം. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം സുഗമമാകും എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക ഇപ്പോഴും തന്നെ തുടരുന്നുണ്ട്. അതിലും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ സർക്കാർ ഗവർണർ പോരിനാണ് ഇപ്പോൾ വിരാമം വന്നിരിക്കുന്നത്. ഏകദേശം 5 വർഷക്കാലം നീണ്ടുനിന്ന ഒരു പോരായിരുന്നു ഈ സർക്കാരും കൂടാതെ ഗവർണർ പോരെന്ന് പറയുന്നത്. ഏകദേശം മുഖ്യമന്ത്രിക്കെതിരെ വാർത്താ സമ്മേളനം വിളിച്ചത് മുതൽ തുടങ്ങിയ പോരാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ പോരിനാണ് ഇപ്പോൾ ഒരു വിരാമം വന്നിരിക്കുന്നത്. P. സദാശിവത്തിന്റെ പിൻഗാമിയായിട്ടായിരുന്നു കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെത്തുന്നത്. പിന്നീട് അങ്ങോട്ട് ഈ സർക്കാരിനെതിരെയും CPIM-നെതിരെയും വലിയ കടുത്ത നിലപാടുകൾ സ്വീകരിച്ച അല്ലെങ്കിൽ കടുത്ത നിലപാടുകൾ ഇടതുമുന്നണി സർക്കാരിനെതിരെ സ്വീകരിച്ച ഒരു ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കൂടാതെ തന്നെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ കേരള ഗവർണർ സ്ഥാനത്ത് നിന്നും രാജ്ഭവന്റെ പടി ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വസിക്കുന്നതും ഈ പിണറായി വിജയനും കൂടാതെ ഇടതുമുന്നണി സർക്കാരും തന്നെയായിരിക്കും. കാരണം അത്തരത്തിലുള്ള ഒരു കടുത്ത നിലപാടുകളായിരുന്നു CPIM-നെതിരെ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. 2019 സെപ്റ്റംബർ 6-നാണ് കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേൽക്കുന്നത്. പിന്നീട് 2 പിണറായി സർക്കാരിന്റെ കാലത്തുമായി അദ്ദേഹം 5 വർഷത്തോളം കാലം ഉണ്ടായി. കൂടാതെ ഈ 5 വർഷക്കാലം തന്നെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുക, ഇടതുമുന്നണിക്കെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുക, വാർത്താ സമ്മേളനം വിളിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത് വലിയ ചർച്ചയായിട്ടുള്ള ഒരു വിഷയം തന്നെയായിരുന്നു. അത്തരത്തിൽ കടുത്ത നിലപാടുകളായിരുന്നു ഈ ഗവർണർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പൗരത്വ നിയമ ഭേദഗതി മുതൽ തന്നെ പൗരത്വ ഭേദഗതി നിയമ ബില്ല് മുതൽ ഇപ്പോൾ ഈ കണ്ണൂർ VC നിയമനം വരെയാണ് അദ്ദേഹത്തിന് ഈ പോരാട്ടം എത്തി നിൽക്കുന്നത്. ഈ ഒരു പോരാട്ടത്തിനാണ് ഇപ്പോൾ എന്തായാലും ഈ ഗവർണറിനെ സ്ഥാനം മാറ്റിയത് മൂലം അല്ലെങ്കിൽ ഗവർണർ ബീഹാറിലേക്ക് മാറ്റിയത് മൂലം ഒരു കടുത്ത പോരാട്ടത്തിനാണ് ഇപ്പോൾ ഒരു അന്ത്യം കുറിക്കുന്നത്. ഈ തുടക്കം മുതൽ തന്നെ ഈ ഗവർണർ മുഖ്യമന്ത്രിക്കെതിരെ വാർത്താ സമ്മേളനം വിളിച്ചതായിരുന്നു ഈ തുടക്കമുണ്ടായിരുന്നത്. അപ്പോൾ മുതൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഈ CPIM-നെതിരെയും കൂടാതെ SFI-ക്കെതിരെയും അടക്കം തന്നെ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഈ PV അൻവർ വിവാദം വന്നതും കൂടാതെ ഈ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന മലപ്പുറം പരാമർശവും ദ ഹിന്ദു പത്രത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖമെല്ലാം തന്നെ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. ആ ഒരു മുഖ്യമന്ത്രിയുടെ പരാമർശമെല്ലാം തന്നെ വളരെ വലിയൊരു ആയുധമാക്കിയായിരുന്നു പിന്നീട് ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ കടുത്ത ഭാഷയിലായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ ആരിഫ് മുഹമ്മദ് ഖാൻ വിവാദങ്ങളാണെങ്കിലും അദ്ദേഹം വലിയ രീതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഈ മുഖ്യമന്ത്രി പലതും ഒളിച്ചു വെക്കുകയാണെന്നും മുഖ്യമന്ത്രി ഈ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്നും മുഖ്യമന്ത്രിക്ക് വിശ്വസ്തതയില്ലെന്നും പലതും ഒളിക്കാനുണ്ടെന്നടക്കം തന്നെ വളരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട്
പിന്നീട് അങ്ങോട്ട് കണ്ടത് 2019 ആരംഭിച്ച ഒളിയം അല്ലെങ്കിൽ 2019 ആരംഭിച്ച സർക്കാർ ഗവർണർ പോരിനാണ് ഇപ്പോൾ എന്തായാലും ഒരു വിരാമം വന്നിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ ചാൻസലർ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് ചാൻസലർ എന്ന നിലയിൽ സർവകലാശാല ഭരണത്തിൽ പിടിമുറക്കിയിരുന്ന ഗവർണർക്കെതിരെ ഇടതുമുന്നണിയുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തുന്നു. ഈ പല സർവകലാശാലയിലും ചാൻസലർ ഇല്ലാത്ത അവസ്ഥ, കൂടാതെ തന്നെ ഈ ഗവർണർക്കെതിരെ SFI സംഘടന ഇറക്കുന്നു ഇടതുമുന്നണി. ഇതെല്ലാം തന്നെ വലിയ വിവാദങ്ങൾക്കടക്കം തന്നെ സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ഗവർണറിനെ സ്ഥാനം മാറ്റിയത് മൂലം ഗവർണർ ബീഹാറിലേക്ക് തട്ടിയത് മൂലം തന്നെ ഒരു വലിയ അല്ലെങ്കിൽ സർക്കാർ ഗവർണർ പോരിനാണ് ഇപ്പോൾ എന്തായാലും ഒരു വിരാമം വന്നിരിക്കുന്നത്. എന്നാൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്ന വിശ്വനാഥൻ അല്ലെങ്കിൽ അതിപ്പോൾ RSS പശ്ചാത്തലമുള്ള ആളാണ്, മോദിയുടെ അടുത്ത ആളാണ് അല്ലെങ്കിൽ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇനിയും കേരള സർക്കാർ അല്ലെങ്കിൽ പിണറായി സർക്കാർ അത് വേറൊരു കുരുക്കാകുമോ അല്ലെങ്കിൽ സുഗമമായി നടത്തിപ്പിന് ഇനിയും സാധിക്കുമോ എന്നതും ഏറ്റവും വലിയ ഒരു ചോദ്യം തന്നെയാണ് വൃന്ദ. തീർച്ചയായും ഈ അടുത്ത വർഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബീഹാറിലേക്കാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാന്റെ മാറ്റം, അല്ലേ? തീർച്ചയായും അടുത്ത വർഷം തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബീഹാറിലേക്കാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ പ്രധാനമായും മാറ്റിയിരിക്കുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ സെപ്റ്റംബർ 5-നാണ് കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സെപ്റ്റംബർ 5-നായിരുന്നു കേരള ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ 5 വർഷം കേരളത്തിൽ പൂർത്തിയാക്കിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സ്ഥലം മാറ്റം വന്നിരിക്കുന്നത്. ബീഹാറിലേക്കാണ് ഇപ്പോൾ കേരള ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഇനി അടുത്ത വർഷമാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ബീഹാറിലേക്കാണ് ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം തന്നെ ഇനി ആരിഫ് മുഹമ്മദ് ഖാനെ പഠിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇനി തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റം വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ബീഹാറിലെ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണോ ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത്? കേരള ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിലേക്ക് മാറ്റിയത് എന്നടക്കം തന്നെ ഏറ്റവും വലിയ ഒരു ചോദ്യമായി തന്നെ തുടരുകയാണ്. അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള എത്തരത്തിലായിരിക്കും തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതെല്ലാം തന്നെ ഇനി കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഈ കേരള സർക്കാരിനെതിരെ തന്നെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ച ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഇനി ബീഹാറിലേക്ക് പോകുമ്പോൾ ഇനി ബീഹാർ സർക്കാരുമായി ഇത്തരത്തിലുള്ള ഒരു ബന്ധം പുലർത്തുമെന്നടക്കം തന്നെ കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രധാനമായും പക്ഷേ RSS പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ RSSുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതുകൊണ്ട് തന്നെ ബീഹാറിലേക്ക് പോകുമ്പോൾ ഇനി എത്തരത്തിലായിരിക്കും ഗവർണറിന്റെ പദവി അല്ലെങ്കിൽ ഗവർണർ എത്തരത്തിലായിരിക്കും അവിടെ ഉള്ള ഒരു ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുക എന്നടക്കം തന്നെ ഇനി കണ്ടറിയേണ്ടത് തന്നെയാണ് വൃന്ദ. ശരി, വിനയരാജാണ് സമഗ്രമായ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.